റോയൽ എൻഫീൽഡിന്റെ ഈ ഹെൽമെറ്റിന്റെ വൈസർ ഞാൻ ഇവിടുന്ന് മാറ്റിയതാണ്. ഇത് മാറ്റിയത് എങ്ങനെയാണോ ഞാൻ കാണിച്ചു തരാം. കസ്റ്റമർ ഈ വൈസർ ചേഞ്ച് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് സ്ക്രാച്ച് വീണതാണ്. വളരെ സ്ക്രാച്ച് വീണിരിക്കുന്ന ഈ വിഷ്വൽസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് ഇത് ഹെൽമെറ്റിന്റെ മൂന്ന് ആടി കളിക്കുന്നു. അതിന് റീസൺ ഇതിന് മുകളിൽ കുഞ്ഞു കാലുണ്ടാവും, അത് പൊട്ടിപ്പോയതാണ്. അതും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ അതൊരു ക്യാപ്പാണ്. ക്യാപ്പ് ഒരു സൈഡുള്ളൂ, ഒരു സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ വൈസറിൻ്റെ ഫുൾ മാറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അടുത്ത് വെഗയുടെ ഹെൽമെറ്റിൻ്റെ വൈസറുണ്ട്, നമ്മളതാണ് ചേഞ്ച് ചെയ്യുന്നത്. അത് റോയൽ എൻഫീൽഡിന് മാച്ച് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ഹെൽമെറ്റിൻ്റെ വൈസറും മറ്റൊരു ഹെൽമെറ്റിനും ഒരിക്കലും മാച്ച് ആവില്ല. പിന്നെ അത് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കണം. ഇല്ലെങ്കിൽ നേരത്തെ കാണിച്ച കുഞ്ഞു കാലിൽ അത് പൊട്ടിയ വീണ്ടും ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ആടി കളിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ നമുക്ക് കൂടുതൽ കാലം ലൈഫ് കിട്ടും. ഇതേപോലെ ഫ്രീ ഫ്ലോ ആകുമ്പോഴാണ് അത് കറക്റ്റ് വീണെന്ന് പറയും. അതിനുശേഷം നമ്മൾ അതിൻ്റെ ക്യാപ്പ്, നമ്മൾ പഴയ ക്യാപ്പ് പൊട്ടിയത് അത് ഒഴിവാക്കി രണ്ട് സൈഡും ഒരേപോലെ തന്നെ ഞാൻ വിചാരിച്ചു വെഗയുടെ തന്നെ ക്യാപ്പാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ വൈസറൊക്കെ വെച്ച് പഴയതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് വെഗ, സ്റ്റഡ്സ്, സ്റ്റീൽ ബേഡ്, ആക്സർ, SMKയുടെ വൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ വരണം കേട്ടോ. കാരണം ഒരു വൈസർ വേറെ ഹെൽമെറ്റിന് യൂസ് ആവില്ല. അപ്പോൾ ഇത് കിടക്കാച്ചി ആയില്ലേ.